കേരള യൂണിവേഴ്സിറ്റി ബികോം ഫസ്റ്റ് സെമസ്റ്ററിലെ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഈ സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂള് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ എല്ലാ ടോപ്പിക്കുകളും ഏറ്റവും ബേസ് ലെവലിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് കേട്ട് തീർക്കണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബേസിക്സ്, അതായത് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസ് മാത്രമല്ല, അതിന് തൊട്ട് മുൻപ് ഒരു ഹയർ സെക്കൻഡറി ലെവലിൽ നിന്നുകൊണ്ട് ഏറ്റവും ബേസിക് കാര്യങ്ങൾ, ഇതിലും ബേസിക് കാര്യങ്ങൾ നമുക്കിനി എങ്ങും കിട്ടത്തില്ല. മുന്നോട്ട് പോകും തോറും പിന്നെ നിങ്ങൾക്ക് ബേസ് വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. സോ അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് തന്നെ പഠിപ്പിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി പുതിയ എക്സാം പാറ്റേൺ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ എക്സാം എങ്ങനെ ആയിരിക്കണം, ഏത് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്, ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലായിരിക്കും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വെച്ച് അവർ എക്സാം പാറ്റേൺ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു അവയർനെസ് ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന എക്സാം ഏത് തരത്തിലാണ്, അത് നിർബന്ധമായിട്ടും മനസ്സിലാക്കണം. സോ ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് മൊഡ്യൂൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഫസ്റ്റ് മൊഡ്യൂൾ വെച്ചിട്ട് പുതിയ എക്സാം പാറ്റേൺ അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വരുമെന്ന് നോക്കാം. എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത. ഈ പുതിയ പാറ്റേൺ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് 6 ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണും. ഇതൊന്നും നിസ്സാരമായിട്ട് കാണരുത്, ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 6 ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻ കാണും. നമ്മുടെ കൊഗ്നിറ്റീവ് ലെവൽ എന്ന് പറയുന്നത് 6 തലത്തിലാണ് ചെക്ക് ചെയ്യാൻ പോണത്. നമുക്ക് റിമെമ്പറിംഗ് ലെവൽ ക്വസ്റ്റ്യൻസ് കാണും, അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ക്വസ്റ്റ്യൻസ് കാണും, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ്, ക്രിയേറ്റിംഗ്, ഇങ്ങനെ 6 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സിനകത്ത് 56 മാർക്കിൻ്റെ ചോദ്യമാണ് വരുന്നത്. ഈ 56 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ 6 ലെവൽ ക്വസ്റ്റ്യനും കാണും. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കേസ്, നിങ്ങളിനി എത്രയൊക്കെ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചിരിക്കുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നാൽ അതനുസരിച്ച് വേണം ആൻസർ കൊടുക്കാൻ. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ നമ്മൾ അപ്ലൈയിങ് അല്ല വേണ്ടത്, അനലൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം വരുന്നതെങ്കിൽ, അനലൈസിങ് എന്ന ലെവലിലാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ അതനുസരിച്ച് തന്നെ ഉത്തരം എഴുതാൻ പഠിക്കണം. ഇതത്ര നിസ്സാരമായൊരു കാര്യമല്ല. അതാ പറഞ്ഞത്, നിങ്ങളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് എന്ന കാര്യം അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടത്തില്ല. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ്, അതായത് 3 ഇയർ ഡിഗ്രിക്കാരോട് ഇതൊക്കെ പറയുമ്പോൾ അവർ പറയും, എടാ അങ്ങനൊന്നും അല്ലടാ, അതൊന്നും കുഴപ്പമൊന്നുമില്ല, ക്വസ്റ്റ്യൻസ് എല്ലാം വാട്ട് ഡു യു മീൻ ബൈ, വാട്ട് ഡു യു മീൻ ബൈ തന്നെയാണ്. അത് അവർക്ക് 3 ഇയർ ഡിഗ്രിയുമായിട്ട് എക്സാം കമ്പയർ ചെയ്യണ്ട. 3 ഇയർ ഡിഗ്രിക്കാർക്ക് ഇങ്ങനെ ഒന്നുമില്ലായിരുന്നു. എല്ലാ ചോദ്യവും ജസ്റ്റ് വാട്ട് ഡു യു മീൻ ബൈ പോലെ തന്നെ, ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡു യു മീൻ ബൈ, വാട്ട് ആർ ദ ഡിഫറൻസസ്, വാട്ട് ഈസ് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് വരും. പക്ഷേ 4 ഇയർ ഡിഗ്രി അങ്ങനല്ല. 4 ഇയർ ഡിഗ്രിയുടെ ക്വസ്റ്റ്യൻ എങ്ങനാണോ ചോദിക്കുന്നത് അതനുസരിച്ച് തന്നെ ഉത്തരം എഴുതാൻ പഠിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ശരിക്കും മിടുക്കരിൽ മിടുക്കന്മാർക്ക് മാത്രമേ ഇവിടെ സ്കോർ ചെയ്ത് പോകാൻ പറ്റൂ. അങ്ങനെ തട്ടിയും മുട്ടിയും പാസ്സാവണ്ട എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. കാരണം ഇപ്പോൾ ഇവാലുവേറ്റിംഗ് ലെവൽ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, ഇവാലുവേറ്റിംഗ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഈ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ ആൻസർ എഴുതിയിട്ട് കാര്യമില്ല. നമ്മൾ പഠിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അതുപോലെ എഴുതാനല്ല അവർ പറയുന്നത്. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കണം. ഏറ്റവും വലിയ കാര്യം അതാണ്, നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക് എല്ലാം പഠിക്കണം. എന്നിട്ട് ആ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് തരത്തിലുള്ള ചോദ്യമാണോ വന്നിരിക്കുന്നത് അതനുസരിച്ച് ആൻസർ എഴുതാൻ പഠിക്കണം. വീണ്ടും പറയുന്നു, നിസാര കാര്യമല്ല. സോ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീർത്തല്ലോ. അപ്പോൾ ഈ ഫസ്റ്റ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന പാറ്റേൺ, യൂണിവേഴ്സിറ്റി കൊണ്ടുവന്ന ഈ ഒരു പാറ്റേണിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നും നമുക്കത് എങ്ങനെ ആൻസർ എഴുതാം ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഞാൻ വെച്ചിട്ടുള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ഒരു PDF ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ PDF ഇവിടെ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ആ PDF കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ഇതാണ്, ഇതിലേക്ക് ജസ്റ്റ് ഹായ് എന്നിട്ടിട്ട് PDF വേണമെന്ന് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഈ PDF കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ പറയുന്ന 6 ലെവൽ നിങ്ങൾക്ക് ശരിക്കും പരിചയപ്പെടാൻ പറ്റും. അല്ലാത്ത പക്ഷം നല്ല ബുദ്ധിമുട്ടാവും കേട്ടോ. നിങ്ങളിപ്പോൾ +2 ഫുൾ A+ ഒക്കെ മേടിച്ചവരായിരിക്കും. നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു വെക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ടൈംലിനെസ് എന്താണെന്നറിയാം. ഇപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ടൈംലിനെസ് എന്നറിയാം. പക്ഷേ ഈ ടൈംലിനെസ് എന്ന പ്രിൻസിപ്പിൾ അപ്ലൈ ലെവലിലോ അനലൈസിങ് ലെവലിലോ ഒരു ചോദ്യം വന്നാൽ വാട്ട് ഡു യു മീൻ ബൈ ടൈംലിനെസ് എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ പോരാ.
അവിടെ അനലൈസിങ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെ എഴുതേണ്ടി വരും. അതാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ സ്കോർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വെറും ആവറേജ് മാർക്കേ കിട്ടൂ. നിങ്ങൾ നല്ലപോലെ വല്ല 90% ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആൻസർ എഴുതാൻ പഠിക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വെച്ച് ആ PDF ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ PDF എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പോൾ ഇവിടെ കാണിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ക്ലാസ് കേൾക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ആ ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്താലും PDF വായിക്കാം. അതല്ലെങ്കിൽ ഞാൻ ഒരിക്കലൂടെ കാണിക്കാം. ഈ നമ്പർ, എൻ്റെ നമ്പർ എല്ലാ ക്ലാസ്സിൻ്റെ അറ്റത്ത് ഞാൻ വെക്കാറുണ്ട്. ക്ലാസ് ടൈറ്റിലിനകത്ത് കാണും. ഈ നമ്പർ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിലും കിട്ടും. ഓക്കെ, സോ ഈ നമ്പറിൽ ജസ്റ്റ് PDF വേണമെന്ന് പറഞ്ഞാൽ PDF തരാം. നിങ്ങൾ ആ PDF എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് അത് മൊത്തം കാണാതെ പഠിക്കലല്ല ഉദ്ദേശിക്കുന്നത്. ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് അത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പറയുന്ന PDF ഉപയോഗിച്ച് നമുക്ക് മറ്റ് സബ്ജക്റ്റും ഒക്കെ അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ തിയറി മൊഡ്യൂൾ ആണല്ലോ. അപ്പോൾ ഈ തിയറി മൊഡ്യൂളിൽ എങ്ങനെയാണ് ഇവാലുവേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ലെവൽ ആൻസർ ചെയ്യേണ്ടതെന്നാണ് പഠിപ്പിക്കുന്നത്. അല്ല നിങ്ങളത് കാണാതെ പഠിച്ചുകൊണ്ടൊന്നും പോകണ്ട. എങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാം. ഞാൻ 1-2 സാമ്പിൾ കാണിച്ചു തരാം. ഒരിക്കൽ കൂടെ പറയുന്നു, ഇത് ജസ്റ്റ് സാമ്പിൾ മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ഫുൾ PDF നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഈ നമ്പറിൽ ഒരു ഹായ് ഇട്ടിട്ട് PDF ചോദിച്ചാൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇനി അതും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് നമ്മുടെ ഈ ചാനലിൽ. ഈ പറയുന്ന ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ PDF വായിക്കാവുന്നതേ ഉള്ളൂ. അതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ചോദ്യം മാത്രമല്ല, ആൻസറും ഉണ്ട്. ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഉണ്ട്. അപ്പോൾ ഓരോ ചോദ്യവും വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഈ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ആൻസറിൽ ഏതൊക്കെ വേർഡ്സ് യൂസ് ചെയ്യണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ അപ്ലൈ ലെവൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ ആൻസർ എഴുതി തുടങ്ങണം, ഇവാലുവേറ്റിംഗ് ലെവൽ ആണെങ്കിൽ ഞാൻ ഏതൊക്കെ വേർഡ്സ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ റിമംബറിംഗ് എന്ന ലെവലിനകത്താണ് വരുന്നത്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. അത് റിമംബറിംഗ് എന്ന ലെവലാണ്. റിമംബറിംഗ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1 വേർഡ് ആൻസർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ കൂടുതലൊന്നും എഴുതി വഷളാക്കണ്ട, ജസ്റ്റ് ആ 1 വേർഡ് എഴുതിയാൽ മതി. ഇപ്പോൾ വാട്ട് ഡസ് GAAP സ്റ്റാൻഡ് ഫോർ? GAAP എന്ന് വെച്ചാൽ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇത് റിമംബറിംഗ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വിശദമായിട്ട് എഴുതിയെന്നും വേണ്ട. ഇറ്റ് ഈസ് ആൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ. സമയം വെറുതെ കളയല്ലേ. 56 മാർക്കിന് 2 മണിക്കൂറേ കിട്ടൂ. അപ്പോൾ സമയം വെറുതെ കളയരുത്. ജസ്റ്റ് ആ 1 വേർഡ് മാത്രം മതി. ഇത് റിമംബറിംഗ് ആണ്. GAAP എന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ട്. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. അത്ര എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ജസ്റ്റ് 1 വേർഡ് ആണ്. What is an accounting convention that requires accountants to follow the same principles consistently from one period to another എന്നൊരു ചോദ്യം വന്നാൽ പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി എന്ന് മാത്രം എഴുതിയാൽ മതി. ഇതാണ് 1 മാർക്കിന് വരുന്ന റിമംബറിംഗ് ലെവൽ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇവിടെ ഞാൻ 2 എണ്ണേ കാണിച്ചിട്ടുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ PDF-ലുണ്ട്. സോ നിങ്ങൾ ആ PDF എന്തായാലും വായിച്ച് നോക്കണം. എന്നിട്ടൊന്ന് നോക്കുക ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇനി 1 മാർക്കിൽ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ലെവലും വരും. 1 മാർക്കിനകത്ത് തന്നെ യൂണിവേഴ്സിറ്റി അണ്ടർസ്റ്റാൻഡിങ് ലെവലും വേണമെന്ന് പറയുന്നുണ്ട്. അവിടെയും ഇതുപോലെ 1 വേർഡ് ആണെങ്കിൽ കൂടുതലും വാട്ടും വിച്ചും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ വൈയും ഹൗവും ഒന്നും വെച്ചിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ പറ്റില്ല. മിക്കവാറും വാട്ടും വിച്ചും ഹൂവും ഒക്കെ തന്നെ ആയിരിക്കും. ഇതാ നോക്കിയേ, വിച്ച് പ്രിൻസിപ്പിൾ, അതും ജസ്റ്റ് കൺസിസ്റ്റൻസി വരുന്നുണ്ട്. ഇതാ ഇവിടെ നോക്കിയേ, വാട്ട് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് റെക്കോർഡ്സ് റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് വെൻ ദേ ആർ ഏൺഡ് ഓർ ഇൻകേർഡ്, നോട്ട് വെൻ ക്യാഷ് ഈസ് എക്സ്ചേഞ്ച്ഡ്. പണക്കൈമാറ്റം വേണമെന്നില്ല, പണം കൈമാറണമെന്നില്ല. അസറ്റ്, അതായത് ഈ പറയുന്ന റെക്കോർഡ് ചെയ്യാനായിട്ട്, നമ്മുടെ ഈ റവന്യൂ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാൻ അത് ഇൻകോർ ആയാൽ മതി എന്നത് ഏത് പ്രിൻസിപ്പിളാണ് പറയുന്നത്? അക്രൂവൽ പ്രിൻസിപ്പിൾ. നമ്മൾ ഈ അക്രൂഡ് ഇൻകം, അക്രൂഡ് എക്സ്പെൻസ് ഒക്കെ ഞാൻ പഠിപ്പിച്ചില്ലേ? അപ്പോൾ എൻ്റെ ക്ലാസ്സും കൂടെ കേൾക്കണം. അക്രൂഡ് ഇൻകം, അതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ ഫസ്റ്റ് മൊഡ്യൂൾ ഫുള്ള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ രീതിയിലുള്ള ചോദ്യം വന്നാൽ ജസ്റ്റ് ഈ ഒരു 1 വേർഡ് എഴുതിയാൽ മതി. അപ്പോൾ 1 മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ PDF-ലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ PDF വായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ PDF-ൽ ടോട്ടൽ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയേക്കുക. അപ്പോൾ 1 മാർക്കിന് നമുക്ക് റിമംബറിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. ജസ്റ്റ് ആ ഉത്തരം, ആ 1 വേർഡ് അങ്ങ് എഴുതിയാൽ മതി. ഇത് ഓക്കെ പ്രശ്നം. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടോ? ഈ വേർഡ് ഇത് എയ്തർ 1 മാർക്ക് അല്ലെങ്കിൽ 0 ആയിപ്പോവും. ഇവിടെ 1/2 മാർക്കൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കാനൊന്നും പറ്റില്ല. ഇതും പഠിച്ചാലേ പറ്റൂ. ഇപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി ആണെന്ന് എനിക്ക് അറിയത്തില്ലെങ്കിൽ എനിക്ക് 0 മാർക്കാണ്. അല്ലാതെ പണ്ടത്തെ കണക്ക് 1 മാർക്കിന് എന്തെങ്കിലും എഴുതാനാണെങ്കിൽ, ഒരു 1-2 സെൻറ്റൻസ് എഴുതാനാണെങ്കിൽ ചിലപ്പോൾ ചോദ്യം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതുന്ന ബിരുദന്മാരുണ്ട്. ചിലപ്പോൾ ടീച്ചർമാർ ചിലപ്പോൾ 1/2 മാർക്ക് ഇട്ടൊക്കെ ഇങ്ങ് പോകാറുണ്ട്. പറ്റില്ല. 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ ആ കളി നടക്കില്ല.
1 മാർക്കിന്റെ ചോദ്യത്തിന് ഒന്നുകിൽ 1 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 0. കാര്യം ഒരൊറ്റ ശരി ഉത്തരമേ ഉള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി എന്നല്ലാതെ മറ്റെന്ത് എഴുതി വെച്ചാലും ടീച്ചർ വെട്ടിയങ്ങ് കളയും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് റിമെമ്പറിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങുമാണ്. ഇനി നമുക്ക് അടുത്ത കാറ്റഗറി സെക്ഷൻ ബി വരുമ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻസിനകത്തും അണ്ടർസ്റ്റാൻഡിങ് വരും. ഇവിടെ റിമെമ്പറിങ് ഇല്ല. 2 മാർക്കിൽ റിമെമ്പറിങ് ഇല്ല എന്ന് പറഞ്ഞാൽ അത്ര ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കത്തില്ല. ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ് തുടങ്ങുന്നത്. അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് മിക്കവാറും വൈ ടൈപ്പ് വരും. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. നോക്കൂ, വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നല്ല, വാട്ട് ഡു യു മീൻ ബൈ എന്നല്ല, വൈ. അണ്ടർസ്റ്റാൻഡിങ്, അതായത് നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലായി എന്നാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തരംതിരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്, വൈ. ഇങ്ങനൊരു ചോദ്യം വന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീൻസ് എന്ന് എഴുതിയാൽ വെട്ടിക്കളയും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും എന്താണെന്നല്ല എഴുതാൻ ചോദിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ആവശ്യം, മെയിനായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ഇമ്പാക്റ്റ് തരം തിരിച്ച് കാണണം. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഇവിടെ ആൻസർ എഴുതി തുടങ്ങുന്ന നോക്കിക്കോ. ഇപ്പം വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് എന്നല്ലേ ചോദിച്ചിരിക്കുന്ന, അപ്പോൾ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണോ അല്ലയോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് തരം തിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങ് തുടങ്ങിയാൽ ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് വൈറ്റൽ. നമ്മളും അത് തന്നെയാണ് പറയുന്നത്, വളരെ പ്രധാനമായിട്ട് വേണ്ട കാര്യമാണ്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ, കാര്യം എനിക്ക് ആൻസർ അറിയാമെന്ന് കാണിക്കാനാണ്. ടീച്ചർ വായിച്ചു നോക്കുമ്പോൾ ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് വൈറ്റൽ. പയ്യനും അത് തന്നെ പറയുന്നുണ്ട്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ആൻസറിലോട്ട് പോകുന്നുണ്ടോ, ബിക്കോസ് ഇറ്റ് ഇമ്പാക്ട്സ് ഹൗ ദ എക്സ്പെൻഡിച്ചർ ആർ ട്രീറ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ രീതിയിൽ ആൻസർ എഴുതി പഠിക്കണം. ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്നോ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നോ എഴുതി വെച്ചാൽ ചിലപ്പോൾ, ഉറപ്പൊന്നുമില്ല, ചിലപ്പോൾ 1/2 മാർക്ക് കിട്ടിയാൽ കിട്ടി. കാര്യം അതല്ല ചോദിച്ചിരിക്കുന്നത്. ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതണം. വൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ തന്നെ എഴുതണം. അപ്പോൾ ഇതിനകത്ത് താഴോട്ട് വായിച്ചു നോക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് സെവറൽ ഇയേഴ്സിലോട്ടാണ്, അതുകൊണ്ട് അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് പോകേണ്ടി വരും. റവന്യൂ എക്സ്പെൻഡിച്ചറിനകത്ത് ഡേ ടു ഡേ ഓപ്പറേഷൻ്റെ കേസാണെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ആൻസർ എഴുതാൻ പഠിച്ചിരിക്കണം. ഇവിടെ ഇപ്പോൾ ഞാൻ 2 ചോദ്യം കാണിച്ചിട്ടുണ്ട്. ആ PDF-നകത്ത് 2 ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതിൻ്റെ 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, 2 മാർക്ക് ക്വസ്റ്റ്യനകത്ത് അപ്ലൈയും വരും. 2 മാർക്ക് ക്വസ്റ്റ്യനകത്ത് തന്നെ അപ്ലൈ ലെവൽ ക്വസ്റ്റ്യൻ വരും. എങ്ങനെയാണോ അപ്ലൈ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഹൗ വുഡ് യു അപ്ലൈ ദ അക്രൂവൽ പ്രിൻസിപ്പിൾ ടു റെക്കോർഡ് റവന്യൂ ഫ്രം എ സർവീസ് പ്രൊവൈഡഡ് ബട്ട് നോട്ട് യെറ്റ് ബിൽഡ്. ശ്രദ്ധിച്ച് കേട്ടൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഹൗ വുഡ് യു അപ്ലൈ ദ അക്രൂവൽ പ്രിൻസിപ്പിൾ ടു റെക്കോർഡ് റവന്യൂ ഫ്രം എ സർവീസ് പ്രൊവൈഡഡ് ബട്ട് നോട്ട് യെറ്റ് ബിൽഡ്. നിലവിൽ ബില്ല് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ ആ സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അക്രൂവൽ പ്രിൻസിപ്പിൾ നമ്മൾ എങ്ങനെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാം? ടു അപ്ലൈ ദ അക്രൂവൽ പ്രിൻസിപ്പിൾ തുടങ്ങിയിരിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ തുടങ്ങാൻ പഠിക്കണം. ടു അപ്ലൈ ദ അക്രൂവൽ പ്രിൻസിപ്പിൾ യു വുഡ് റെക്കഗ്നൈസ് ദ റവന്യൂ വെൻ ദ സർവീസ് ഇസ് പെർഫോംഡ് ഈവൻ ദോ ദ ബിൽ ഹാസ് നോട്ട് യെറ്റ് അക്വേർഡ്. നമ്മുടെ റവന്യൂ റെക്കഗ്നീഷൻ പറയുന്നത് നമുക്കവിടെ റവന്യൂ ജനറേറ്റ് ചെയ്യപ്പെട്ടു, സർവീസ് പെർഫോം ചെയ്തെങ്കിൽ അവിടെ റവന്യൂ റെക്കോർഡ് ചെയ്യപ്പെട്ടെന്നാണ്. ബില്ല് കൊടുത്തോ ക്യാഷ് കിട്ടിയോ അതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പഠിക്കണം. ദിസ് ഇൻവോൾവ്സ് മേക്കിംഗ് എ ജേണൽ എൻട്രി ടു ക്രെഡിറ്റ് ദ റവന്യൂ അക്കൗണ്ട് ആൻഡ് ഡെബിറ്റ് ദ അക്കൗണ്ട് റിസീവബിൾ. സോ നമ്മളിത് കൃത്യമായിട്ട് ബുക്കിൽ ജേണൽ റെക്കോർഡ് ചെയ്യാം. ബില്ലായിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ, സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമ്മളത് റവന്യൂ ആയിട്ട് റെക്കോർഡ് ചെയ്യാം. ഇത് അക്രൂവൽ പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ അറിയാമോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ പോയ പോക്കണ്ട, ഇങ്ങനെ തന്നെ എഴുതണം. അല്ലാതെ അക്രൂവൽ പ്രിൻസിപ്പിൾ എന്താണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ട് പോയാൽ മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട PDF ഇപ്പോൾ മനസ്സിലായി എന്താ വായിക്കാൻ പറയുന്നതെന്ന്. അപ്പോൾ ആ PDF എടുത്ത് നന്നായിട്ട് വായിച്ചു നോക്കണം. അതിലിങ്ങനെ 1-2 ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. നല്ലപോലെ ക്വസ്റ്റ്യനും ആൻസറും കാണാതൊന്നും പഠിക്കണ്ട. ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അറിയാമോ ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഈ രീതിയിലാണ് അപ്പോൾ ആൻസർ എഴുതേണ്ടത്. ഇത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടും. ഇത് 3 ഇയർ ഡിഗ്രി അല്ല, ഇത് 4 ഇയർ ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ലെവൽ ക്വസ്റ്റ്യന് അപ്ലൈ ലെവൽ ആൻസർ തന്നെ കുടിക്കേണ്ടി വരും. അടുത്തത് സെക്ഷൻ സി 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരും. 4 മാർക്കിൻ്റെ ചോദ്യങ്ങളിലും അപ്ലൈ വരുന്നുണ്ട്. 4 മാർക്കിൻ്റെ ചോദ്യവും അപ്ലൈ വരുന്നുണ്ട്. ഇതാ ഇവിടെ ചോദ്യം കണ്ടോ, ഹൗ വുഡ് യു അപ്ലൈ ദ അക്രൂവൽ പ്രിൻസിപ്പിൾ. അതായത് ഈ പറയുന്ന കണക്ക് ഈ 4 മാർക്കിൻ്റെ ചോദ്യത്തിലും അങ്ങനെ വരുന്നത്. ഇവിടെ ഞാനിപ്പോൾ തൊട്ട് മുൻപ് വെച്ചിരിക്കുന്നതിനകത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ അപ്ലൈ ലെവൽ വരുമ്പോൾ ഇതെല്ലാം കൂടെ പരീക്ഷയ്ക്ക് വരുമെന്നല്ല, അപ്ലൈ ലെവലിൽ 4 മാർക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്.
ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹൗ ഡു യു അപ്ലൈ ദ അക്രൂവൽ പ്രിൻസിപ്പിൾ ടു റെക്കഗ്നൈസ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഇൻ എ ബിസിനസ് സിനാരിയോ വെയർ സർവീസസ് ആർ പ്രൊവൈഡ് ഇൻ വൺ അക്കൗണ്ടിംഗ് പീരീഡ് ബട്ട് പേയ്മെന്റ് ഈസ് റിസീവ്ഡ് ഇൻ ദ നെക്സ്റ്റ്. പേയ്മെന്റ് നമുക്കൊരു വിഷയമല്ല. സർവീസ് പ്രൊവൈഡ് ചെയ്തെങ്കിൽ നമുക്കത് റവന്യൂ ആയിട്ട് എഴുതാം. ബട്ട് അതായത് പേയ്മെന്റ് കിട്ടിയില്ല എന്നതൊരു വിഷയമല്ല എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ വേണം ഈ അപ്ലൈ ലെവൽ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ കണക്ക് തന്നെ ടു അപ്ലൈ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ നല്ലതാണ്. ടു അപ്ലൈ ദ അക്രൂവൽ പ്രിൻസിപ്പിൾ. ഇപ്പോൾ 4 മാർക്ക് ആകുമ്പോൾ കുറച്ചുകൂടി എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ 2 മാർക്ക് ആണെങ്കിലും 4 മാർക്ക് ആണെങ്കിലും അപ്ലൈ ലെവലിലോട്ട് വരുമ്പോൾ ആൻസർ എഴുതുന്നത് ഒരേ പാറ്റേൺ തന്നെ. ആൻസറിൻ്റെ കണ്ടന്റ് കുറച്ച് വലുതായിരിക്കും, കുറച്ച് ചെറുതായിരിക്കും. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ 4 മാർക്കിൻ്റെ കേസിൽ അനലൈസ് വരുന്നുണ്ട്. 4 മാർക്കിനകത്ത് ഇനി അനലൈസ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇത് നിങ്ങളെയും കൊണ്ടേ പോകും. അതായത് ഇത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരും. അനലൈസ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് നോട്ട് ഫോളോയിങ് ദ മാച്ചിങ് പ്രിൻസിപ്പിൾ ഓൺ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ക്വസ്റ്റ്യൻ കണ്ടോ? അനലൈസ് ദ ഇമ്പാക്ട് ഓഫ് നോട്ട് ഫോളോയിങ് ദ മാച്ചിങ് പ്രിൻസിപ്പിൾ ഓൺ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്താണ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. മാച്ചിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിലുള്ള കുഴപ്പം എന്താണ്, അതിവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാച്ചിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വർഷത്തെയും കറക്റ്റ് ആയിട്ടുള്ള റവന്യൂ എക്സ്പെൻസും അറിയാൻ പറ്റത്തില്ല. അതായത് മാച്ചിങ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്താൽ മാത്രമേ ഈ ഇയർ ടു ഇയറിലെ കറക്റ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റൂ. ഇപ്പോൾ ജനുവരി മാസം തൊട്ട് ഡിസംബർ മാസം വരെയുള്ള എക്സ്പെൻസ് അത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അത് ആ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. ഇതൊക്കെ ഞാൻ ക്ലാസ്സിൽ ഒരുപാട് പറഞ്ഞതാണ്. അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ആൻസറാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഉത്തരം എഴുതി പഠിക്കണം. അപ്പോൾ ഇതാണ് 4 മാർക്കിന് വരുന്ന അനലൈസ് ടൈപ്പ്. ഇനി ഒരു വലിയ ചോദ്യം, ലോങ് ആൻസറിൽ 6 മാർക്കിൽ ഇവാലുവേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവാലുവേറ്റ് ടൈപ്പാണ് ക്വസ്റ്റ്യൻ. നോക്കിയേ, ഇവാലുവേറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പ്രിൻസിപ്പിൾ കൺവെൻഷൻ ടു എൻഷുറിംഗ് ദ റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആൻസർ ഇത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളിത് വായിച്ച് നോക്കണം. PDF എടുത്തിട്ട് എൻ്റെ എന്നുള്ള PDF എടുത്തിട്ട് ചോദ്യത്തിൻ്റെ ഉത്തരം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ സബ്ജക്റ്റിൽ മാത്രമല്ല മറ്റ് തിയറി സബ്ജക്റ്റൊക്കെ ഉണ്ടല്ലോ, വേറെ മൈനറൊക്കെ ഉണ്ടല്ലോ, അതിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഞാനൊരു ഉത്തരം എഴുതേണ്ടത്. ഈ രീതിയിലാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അതിനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ അക്കൗണ്ടിങ് കോൺസെപ്റ്റും പ്രിൻസിപ്പിളും കൺവെൻഷൻ്റെ ഇമ്പോർട്ടൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എഴുതേണ്ടത് നിങ്ങളായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഈ ഓരോന്നും എടുത്തു വെച്ചിട്ട് നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു ഇവാലുവേഷൻ കൊടുക്കണം. അപ്പോൾ പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് ആ ഇവാലുവേഷൻ നടന്നിട്ടുണ്ടോ എന്ന് നോക്കും. ഏറ്റവും അവസാനം ഇൻ കൺക്ലൂഷൻ, നിങ്ങളുടെ ഒരു കൺക്ലൂഷൻ വരെ അവിടെ കൊടുക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും, പക്ഷെ തെറ്റെഴുതി വെക്കരുത്. ഈ പറയുന്ന കോൺസെപ്റ്റും പ്രിൻസിപ്പിളും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇവാലുവേഷനാണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ കാര്യങ്ങൾ കടുക്കും കേട്ടോ. പരീക്ഷയ്ക്ക് നല്ലതുപോലെ ആൻസർ എഴുതാനും കൂടെ നോക്കണം. അതാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ആ PDF മനപ്പാഠം പഠിക്കാനല്ല ഞാൻ ആ PDF ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആ PDF വായിച്ച് നോക്കുമ്പോൾ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊരു ഐഡിയ കിട്ടും. അവിടെ നിങ്ങൾ ആൻസർ കാണാതെ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ തന്നെ എക്സാമിന് ചോദിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഈ രീതിയിലൊക്കെയാണ് ചോദ്യം വരുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആൻസർ എഴുതാൻ പഠിക്കണം. സോ ഇതാണ് ലാസ്റ്റ് സെക്ഷൻ ഡിയിലെ ഇവാലുവേറ്റ് ടൈപ്പ്. ഇനി ഒന്നും കൂടെ ഉണ്ട്, ക്രിയേറ്റ്. ലാസ്റ്റ് സെക്ഷനിൽ ക്രിയേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു ഉത്തരം ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അവിടെ മിക്കവാറും ഒന്ന് എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ഡിസൈൻ എ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ദാറ്റ് ഇൻകോർപ്പറേറ്റ്സ് ദ കീ പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിംഗ്. ഹൗ വുഡ് ദിസ് ഫ്രെയിംവർക്ക് എൻഹാൻസ് ട്രാൻസ്പെറൻസി ആൻഡ് കമ്പാരബിലിറ്റി ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഡിസൈൻ ചെയ്യാനാണ്. സോ നിങ്ങളത് ഓരോ കാര്യം വെച്ചിട്ട് ഇപ്പോൾ ഈ പറയുന്ന അക്രൂവൽ പ്രിൻസിപ്പിൾ, കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ, മെറ്റീരിയാലിറ്റി, ഡിസ്ക്ലോഷർ, കൺസർവേറ്റിസം, ഈ ഓരോ പ്രിൻസിപ്പിൾ വെച്ചിട്ട് എങ്ങനെ അത് ഫ്രെയിം ചെയ്യുന്നു ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അല്ലാതെ ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ 6 മാർക്കാണ്. ഒരു കാര്യം ചെയ്യാം, ആ ഗ്യാപ്പ് മൊത്തത്തിൽ അങ്ങ് എഴുതി വെക്കാം. ഞാനത് പഠിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ എഴുതി വെച്ചോ, ചിലപ്പോൾ 1 മാർക്ക് കിട്ടത്തുള്ളൂ. നിങ്ങളോട് ഗ്യാപ്പ് എഴുതി വെക്കാൻ അല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം നിങ്ങൾ ഫ്രെയിം ചെയ്യണം. എങ്ങനെ ഫ്രെയിം ചെയ്യാം, അതിനാണ് ഇതൊന്ന് വായിച്ചു നോക്കാൻ പറയുന്നത്. ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ, വീണ്ടും പറയുന്നു, ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ആ PDF വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ PDF വായിച്ചു നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇതുപോലെ ഓരോ മൊഡ്യൂൾ, ഈ പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ അല്ലേ, ഇതുപോലെ ഈ സബ്ജക്റ്റിൻ്റെ ഓരോ മൊഡ്യൂൾ തീരുമ്പോഴും ആ മൊഡ്യൂളിൽ നിന്ന് ഞാൻ ഈ ടൈപ്പ് തന്നെ യൂണിവേഴ്സിറ്റി പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് വെച്ച് PDF തരാം. ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ PDF നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് വീണ്ടും പറയുന്നു, ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്കിൽ ഒന്നുകിൽ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താലും മതി. ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഹായ് എന്നൊരു മെസ്സേജ് ഇട്ടിട്ട് ഫസ്റ്റ് സം PDF വേണം, ഷെയർ ചെയ്ത് തരാം. കാണാതെ പഠിക്കണ്ട, അത് കാണാതെ പഠിക്കുക, അതാണ് പരീക്ഷയ്ക്ക് വരുന്നതെന്നല്ല ഞാൻ പറയുന്നത്.
ചോദ്യം ഇങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇങ്ങനെ മനസ്സിലാക്കണം. ഇതാണ് ചോദ്യമെങ്കിൽ നോക്കട്ടെ ആൻസർ എങ്ങനെ കിടക്കുന്നത്, അവർ വായിച്ച് നോക്കണം. അപ്പോൾ ഇങ്ങനെ ചില വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യാനും പഠിക്കണം. ഇപ്പോൾ അനലൈസ് ആണെങ്കിൽ കണ്ടോ, ടു അനലൈസ് ദിസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണം. അപ്പോൾ ടീച്ചറിൻ്റെ മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്താണോ ചോദ്യം അതിൻ്റെ ഉത്തരം തന്നെയാണ് ഞാൻ തരുന്നത് ടീച്ചറെ എന്നൊരു ഇംപ്രഷൻ കൊടുക്കണം. ഇപ്പം അനലൈസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തുടക്കത്തിൽ ഇറ്റ് മീൻസ് എന്ന് പറഞ്ഞ് തുടങ്ങരുത്. അനലൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഇറ്റ് മീൻസ് എന്നല്ല, നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അത് അനലൈസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് ടു അനലൈസ് ദിസ് വി വുഡ് ലൈക്ക് ടു എന്ന് പറഞ്ഞൊക്കെ തുടങ്ങണം. ക്ലിയർ ആയി? അതെല്ലാം ആ PDF ലുണ്ട്. ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ആ PDF നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണം. ഞാനിപ്പോൾ കുറേ നേരമായിട്ട് പറയുന്നത് ഈ ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ച് തീർത്തെങ്കിൽ ഈ PDF കൂടെ വായിക്കുമ്പോഴേ ഒരു പൂർണ്ണത വരൂ. ബിക്കോസ് ഇത് 4 വർഷ ഡിഗ്രിയാണ് സുഹൃത്തുക്കളെ. 4 വർഷ ഡിഗ്രിയിൽ 3 ഇയർ ഡിഗ്രിക്കാരോട് പോയി ഒന്നും ചോദിക്കേണ്ട ആ പാറ്റേൺ അല്ല. നിങ്ങൾക്ക് പഠിച്ച് വെച്ചിരിക്കുന്നത് എഴുതാനും കൂടെ അറിയാമെങ്കിലേ പാസ്സാവും. ഇപ്പം നിങ്ങൾ പറയും എനിക്കെല്ലാം അറിയായിരുന്നു, എനിക്ക് ഗ്യാപ്പ് മൊത്തം അറിയായിരുന്നു. ഗ്യാപ്പ് മൊത്തം എഴുതാനായിട്ടൊരു ക്വസ്റ്റ്യൻ കാണത്തില്ല. ഇത് അപ്ലൈ ചെയ്യാനോ ഇവാലുവേറ്റ് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ആയിട്ടേ ഒരു ക്വസ്റ്റ്യൻ കാണും. അതെങ്ങനെയാണെന്ന് പഠിക്കണം. അതിനാണ് ഞാൻ ഈ കഷ്ടപ്പെട്ട് ഈ PDF എന്ന് വായതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ വായിച്ച് നോക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ PDF മൊത്തം ഒന്ന് വായിച്ച് നോക്കുമ്പോഴേ ഈ ഫസ്റ്റ് മൊഡ്യൂൾ ശരിക്കും നിങ്ങളെ സൈഡിൽ കംപ്ലീറ്റ് ആവും. ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ PDF പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളതൊന്ന് വായിച്ച് നോക്കണം. ഇനി അടുത്ത മൊഡ്യൂൾ, ഇപ്പം ഇതിൻ്റെ അടുത്ത മൊഡ്യൂൾ വരുമ്പോൾ ഇതുപോലെ തന്നെ പഠിപ്പിക്കും. ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരും. ഇതിൻ്റെ PDF തരാം. ഓക്കെ.